സ്വാമി, സ്വാമി ഏതാശ്രമത്തിൽ നിന്നാ? എന്താവശ്യത്തിനാ വന്നേ? വല്ല പിരിവോ കാര്യങ്ങളും വല്ലതും ആന്നോ? പിരിവോ കാര്യങ്ങളും വല്ലതും ആണെങ്കിൽ സ്വാമി അങ്ങ് പൊയ്ക്കോണേ, ഇവിടെ ഒന്നുമില്ല. അയ്യോ, ദ്വാരേശ്വരി അമ്മ പേടിക്കണ്ട. ഞാൻ സ്വാമിയല്ല, പിന്നെ പിരിവിനും വന്നതല്ല. എന്നെ ദേവസ്യാർ മഠത്തിലെ പാലേശ്വരി അമ്മ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. മരുമോളുടെ സ്വർണം വിൽക്കുന്നത് സംബന്ധിച്ച് ഒരു കാര്യം സംസാരിക്കാൻ. മനസ്സിലായോ? സ്വാമി നേരത്തെ പറയണ്ടായിരുന്നോ? ഓ, സ്വാമി അല്ലല്ലേ, പോറ്റി. സ്വർണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ? എനിക്കിവിടെ ഒരുപാട് സമയം ചെലവഴിക്കാനില്ല. ഞാൻ മരുമോടെ സ്വർണ്ണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പാലേശ്വരി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു. എന്നാ ഡീല് സംസാരിച്ചോ? അപ്പോ ഇത്രയും സ്വർണമുണ്ട്, ഡീല് സംസാരിക്കാം. വ്യക്തമായിട്ട് കേട്ടോണം. ഈ സ്വർണം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. ചെന്നൈയിലെ ഞങ്ങളുടെ ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇത് ഉരുക്കി ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് പകുതി പൈസ തരും. ഇതിന് പകരം ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ചെമ്പിൽ പൊതിഞ്ഞ ആഭരണം ഇവിടെ കൊണ്ടുവരുന്ന ആഭരണത്തിന് 40 വർഷം വാറണ്ടി ഉണ്ട്. നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ലാതെ പകുതി പൈസ കിട്ടും. അയ്യോ, പകുതി പൈസയുള്ളോ? ഇത് ഞാൻ കൊണ്ടുപറ്റാ ഫുള്ള് പൈസ കിട്ടുമല്ലോ. പിന്നെന്തിനാ എനിക്ക് പോറ്റിയുടെ കൂട്ട്? 40 വർഷം വാറണ്ടി. രണ്ടാമത്, ഇതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം. അടുത്തത്, പിടിക്കപ്പെട്ടാൽ കുറ്റം ഞാൻ ഏൽക്കും. നിങ്ങൾ കൊണ്ട് സ്വർണം വിട്ടാൽ ഫുള്ള് പൈസ കിട്ടുമായിരിക്കും, പക്ഷെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾ അകത്ത് കിടക്കും. പിന്നെ നിങ്ങൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ഉണ്ടാക്കും? ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ചെന്നൈയിലെ ഞങ്ങളുടെ ഫാക്ടറി കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ഓ ഓ, അങ്ങനെ 40 വർഷത്തെ വാറന്റി ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാ ചെമ്പാന്ന് കണ്ടുപിടിക്കുമോ പോറ്റി? എന്തുവാ ദ്വാരേശ്വരമ്മ ചോദിച്ചത്? ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കുമെന്നോ? ഒറ്റ നോട്ടത്തിലല്ല, 10 നോട്ടത്തിലും കണ്ടുപിടിക്കൂല. അതുപോലെയാണ് ഞങ്ങളുടെ ചെന്നൈയിലെ ഫാക്ടറിയിലെ പണി. പിന്നെ ഇതിനെക്കാട്ടി കൊല കൊമ്പന്മാര് വർഷങ്ങളായിട്ട് നോക്കിയിട്ട് കണ്ടുപിടിച്ചില്ല. ഇതിന് മുന്നേ ഞാൻ ബെടെ ഡീലുകളായിരുന്നു. ഇപ്പോഴാ ഈ മരുമക്കട സ്വർണത്തിന്റെ ഡീലിൽ എത്തിയത്. അത് വിട്. ഞാൻ ഒറിജിനൽ പോലത്തെ സാധനം ഇവിടെ കൊണ്ടുവരുമ്പോൾ ആ വിശ്വാസം വന്നോളും. അപ്പൊ ഞാൻ സ്വർണമായിട്ട് പോവുക. 4 ദിവസം കഴിയുമ്പം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനവും പകുതി പൈസയായിട്ട് ഈ കുട്ടിക്കൃഷ്ണൻ പോറ്റി ഇവിടെ എത്തും. ഇപ്പം ഈ സ്വർണം കൊണ്ടുപോകുന്നതിന്റെ തെളിവും ദ്വാരേശ്വരി അമ്മയ്ക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഒരു റെസിപ്റ്റ് എഴുതി അങ്ങോട്ട് തരും. അപ്പൊ ഞാൻ പോയേക്കുവാന്നേ. പോറ്റി വന്നു, ഡീലും സംസാരിച്ചു, സ്വർണവും കൊടുത്തു. പകുതി പൈസയും ഡ്യൂപ്ലിക്കേറ്റ് സ്വർണവും കിട്ടും. കൊള്ളാം കൊള്ളാം, അടിപൊളി പരിപാടിയാ. അയ്യോ, ഇനി പോറ്റി വരുമോ? പോറ്റി എന്നെ ഊറ്റിയതാണോ? അയ്യപ്പാ.